ഒരു ഓഹരിയുടെ ഫണ്ടമെന്റൽ അനാലിസിസ് നടത്തുന്ന വേളയിൽ ആ കമ്പനിയുടെ ഘടനയെ, ഉടമസ്ഥാവകാശം, ബിസിനസ് പ്രവർത്തനങ്ങളെ സംബന്ധിച്ചുമൊക്കെ ആഴത്തിൽ പഠിക്കേണ്ടതുണ്ട്. ഇതിൽ തന്നെ പ്രൊമോട്ടറും അവരുടെ കൈവശമുള്ള ഓഹരി വിഹിതവും ഒക്കെ സവിശേഷ ശ്രദ്ധയാകർഷിക്കുന്ന ഘടകങ്ങളാണ്. കാരണം ഒരു കമ്പനിയുടെ ആശയ രൂപീകരണവും ബിസിനസ് കാഴ്ചപ്പാട് രൂപീകരിക്കുന്നത് മുതൽ കമ്പനിയെ വളർത്തിയെടുക്കുന്നതിലും മുന്നോട്ടുള്ള കുതിപ്പിന് ചാലകശക്തിയെ പ്രവർത്തിക്കുന്നതും വിപണി പിടിച്ചടക്കാനുള്ള തന്ത്രങ്ങൾ മെനയുന്നതിലും ഒക്കെ നേതൃത്വം വഹിക്കുന്ന പ്രൊമോട്ടർമാരാണ്. അതായത് ഒരു കമ്പനിയുടെ ഭാവി നിർണ്ണയിക്കുന്നതിലും വളർച്ചയിൽ നിർണായക പങ്ക് വഹിക്കുന്നതിലും പ്രൊമോട്ടർമാരാണെന്ന് സാരം. അതുകൊണ്ട് തന്നെ വിപണിയിൽ നിന്നോ മറ്റ് നിക്ഷേപകരിൽ നിന്നോ കമ്പനിയുടെ ഓഹരികൾ വാങ്ങിക്കൂട്ടുന്ന പ്രൊമോട്ടർ നടപടി പോസിറ്റീവ് ലക്ഷണമായാണ് പൊതുവിൽ വിലയിരുത്തപ്പെടുന്നത്. കമ്പനിയുടെ ഭാവി സാധ്യതയിലും ബിസിനസ് പ്രകടനത്തിലും പ്രൊമോട്ടർക്കുള്ള ആത്മവിശ്വാസം ലക്ഷണമായി ഇതിനെ വ്യാഖ്യാനിക്കുന്നു. അതേപോലെ തന്നെ മൂല്യമതി പതിവ് വാല്യുവേഷൻ അടിസ്ഥാനത്തിൽ ഓഹരിയുടെ നിലവിലെ വിപണി വില താഴ്ന്ന നിലവാരത്തിലാണ് ഉള്ളതെന്ന് സൂചനയായും ഇതിനെ കണക്കിലെടുക്കാം. ഈ ഒരു പശ്ചാത്തലത്തിൽ സമീപകാലത്ത് പ്രൊമോട്ടർ പങ്കാളിത്തം വർദ്ധിപ്പിച്ച 4 ഓഹരിയുടെ വിശദാംശങ്ങൾ നോക്കാം. മറ്റാരേക്കാളും വ്യക്തമായി കമ്പനിയുടെ അകവും പുറവും സംബന്ധിച്ചുള്ള നിജസ്ഥിതി അറിയാവുന്ന പ്രൊമോട്ടറുടെ ഓഹരി വിഹിതത്തിൽ ഉണ്ടാകുന്ന ഏറ്റക്കുറച്ചിലുകളിൽ നിന്നും മറ്റ് നിക്ഷേപകർക്കും ഏറെ കാര്യങ്ങൾ വായിച്ചെടുക്കാനാകും. എന്നിരുന്നാലും ചില ഘടകങ്ങൾ കൂടി മനസ്സിലാക്കി വെക്കേണ്ടതുണ്ട്. ഇതിൽ ആദ്യത്തേത് പ്രൊമോട്ടർ കൈവശമുള്ള ഓഹരി വിൽക്കാനുള്ള സാഹചര്യം എന്താണെന്ന് വ്യക്തമായി പരിശോധിക്കുക എന്നതാകുന്നു. ഏതെങ്കിലും തരത്തിലുള്ള നിയമപരമായ നിബന്ധനകൾ പാലിക്കുന്നതിനാണോ, അതോ വ്യക്തിപരമായ ആവശ്യങ്ങൾക്കുള്ള പണം കണ്ടെത്തുന്നതിനാണോ, അല്ലെങ്കിൽ കമ്പനിയെക്കുറിച്ചുള്ള ആശങ്കകൾ എന്തെങ്കിലും കാരണമാണോ പ്രൊമോട്ടർ ഓഹരി വിൽപ്പനയെന്ന് വിലയിരുത്തുക. അതേപോലെ തന്നെ ഓഹരി വിഹിതത്തിൽ എത്രത്തോളം കുറവുണ്ടായെന്നതും പരിശോധിക്കണം. ഗണ്യമായ തോതിലാണെങ്കിൽ കമ്പനിയെക്കുറിച്ച് കൂടുതൽ വിശദമായ പഠനം നടത്തേണ്ടത് അനിവാര്യമാണ്. എന്നാൽ പ്രൊമോട്ടർ ഓഹരികൾ വിൽക്കുന്ന വേളയിലും കമ്പനിയുടെ അടിത്തറ ശക്തവും ഭദ്രവുമാണെങ്കിൽ പ്രൊമോട്ടർ നടപടിയിൽ അത്രയധികം ആശങ്കപ്പെടാനില്ല. എന്നിരുന്നാലും കമ്പനിയുടെ ലാഭത്തിലും വരുമാനത്തിലും കൈവരിക്കുന്ന വളർച്ച, കടബാധ്യതയുടെ തോത്, കമ്പനിയുടെ ബിസിനസ് തന്ത്രം എന്നിവയൊക്കെ പരിശോധിക്കുന്നത് ഉചിതമായിരിക്കും. അതേപോലെ പ്രൊമോട്ടർ ഓഹരി വിഹിതം താഴ്ത്തുമ്പോൾ മറുവശത്ത് ഈ ഓഹരികൾ വാങ്ങിക്കൂട്ടുന്നത് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ആണോ എന്നതും പരിശോധിക്കുക. അങ്ങനെ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ആണ് ഓഹരികൾ വാങ്ങുന്നതെങ്കിലും പ്രൊമോട്ടർ ഓഹരി വിൽപ്പനയിൽ അത്രയധികം ആശങ്കപ്പെടേണ്ടതില്ല. ചുരുക്കത്തിൽ പ്രൊമോട്ടർ ഓഹരി വിൽപ്പനയുടെ തന്ത്രവും പശ്ചാത്തലവും കൂടി കണക്കിലെടുത്ത് വേണം ഇത് സംബന്ധിച്ച് അന്തിമ നിഗമനത്തിലെത്താനെന്ന് ചുരുക്കം. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ സിമൻറ്റ് ഉൽപ്പാദകരാണ് ഇന്ത്യ സിമൻറ്റ്സ് ലിമിറ്റഡ്. ചെന്നൈ കേന്ദ്രമാക്കിയാണ് കമ്പനിയുടെ പ്രവർത്തനം. ശങ്കർ സിമൻറ്റ്, രാശി ഗോൾഡ്, കൊറോമാണ്ടൽ എന്നിങ്ങനെ വിവിധ ബ്രാൻഡുകളിലാണ് സിമൻറ്റ് ഉൽപ്പന്നങ്ങൾ കമ്പനി വിപണിയിൽ എത്തിക്കുന്നത്. ഇന്ത്യ സിമൻറ്റ്സിനെ കഴിഞ്ഞ വർഷം രാജ്യത്തെ ഏറ്റവും വലിയ സിമൻറ്റ് ഉൽപ്പാദകരും ആദിത്യ ബിർള ഗ്രൂപ്പിൻ്റെ ഭാഗവുമായ അൾട്രാടെക് സിമൻറ്റ് ഏറ്റെടുത്തിരുന്നു. ഈ ഇടപാടിൻ്റെ ഭാഗമായി ആദ്യഘട്ടത്തിൽ ഇന്ത്യ സിമൻറ്റ്സിൻ്റെ മുൻ ഉടമസ്ഥരുടെ കൈവശത്തു നിന്നും ഓപ്പൺ ഓഫർ മുഖേനയും 55.49% ഓഹരികൾ സ്വന്തമാക്കിയിരുന്നു. ഈ നടപടികൾ 2022 ഡിസംബറോടെ പൂർത്തിയാക്കി. എന്നാൽ 2025 സാമ്പത്തിക പാദം പൂർത്തിയാകുമ്പോഴത്തേക്കും ഇന്ത്യൻ സിമൻറ്റ്സ് കമ്പനിയിൽ പ്രൊമോട്ടർ ഓഹരി വിഹിതം വീണ്ടും വർദ്ധിച്ച് 81.49% നിലവാരത്തിലേക്ക് എത്തിച്ചേർന്നു. നിലവിൽ 311 രൂപയിലാണ് ഇന്ത്യ സിമൻറ്റ്സ് ഓഹരി വ്യാപാരം ചെയ്യപ്പെടുന്നത്. കോർപ്പറേറ്റ് കമ്പനികൾക്കും ചെറുകിട സ്ഥാപനങ്ങൾക്കും ഒക്കെ ബിസിനസ് ചെലവുകൾ കൈകാര്യം ചെയ്യുന്നതിന് സഹായിക്കുന്ന IT അധിഷ്ഠിത സാമ്പത്തിക സേവനങ്ങൾ വാഗ്ദാനം ചെയ്യുന്ന സ്മോൾ ക്യാപ് കമ്പനിയാണ് സാഗർ പ്രീപെയ്ഡ് ഓഷ്യൻ സർവീസസ് ലിമിറ്റഡ്. ഹൈദരാബാദ് കേന്ദ്രമാക്കിയാണ് പ്രവർത്തനം. സോഫ്റ്റ്വെയർ ആസ് എ സർവീസ് എന്ന SaaS സേവനത്തിൻ്റെയും ഫിൻടെക്കിൻ്റെയും ഒരു പരിച്ഛേദമാണ് ഈ കമ്പനി. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പ്രീപെയ്ഡ് കാർഡുകൾ വിതരണം ചെയ്യുന്നു. അതേസമയം ഇക്കഴിഞ്ഞ ജനുവരി-മാർച്ച് പാദത്തിനിടെ സാഗർ പ്രീപെയ്ഡ് ഓഷ്യൻ സർവീസസിൽ പ്രൊമോട്ടർ ഓഹരി വിഹിതം 4.12% വർധനയോടെ 44.21%ലേക്ക് ഉയർത്തി. വിദേശ ആഭ്യന്തര നിക്ഷേപ സ്ഥാപനങ്ങൾക്ക് 21%-ലേറെ ഓഹരി വിഹിതം സ്വന്തമായുണ്ട്. നിലവിൽ 338 രൂപ നിലവാരത്തിലാണ് സാഗർ പ്രീപെയ്ഡ് ഓഷ്യൻ സർവീസസ് ഓഹരി വ്യാപാരം ചെയ്യപ്പെടുന്നത്. വിവിധതരം ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യങ്ങൾ നിർമ്മിക്കുന്ന പ്രമുഖ കമ്പനിയാണ് സോം ഡിസ്റ്റിലറീസ് ആൻഡ് ബ്രൂവറീസ് ലിമിറ്റഡ്. മധ്യപ്രദേശിലെ ഭോപ്പാൽ കേന്ദ്രമാക്കിയാണ് പ്രവർത്തനം. ഹണ്ടർ, ബ്ലാക്ക് ഫോർട്ട്, പവർകൂൾ തുടങ്ങിയ ബ്രാൻഡുകളിലാണ് പ്രധാന ഉൽപ്പന്നങ്ങൾ വിപണിയിൽ എത്തിക്കുന്നത്. കമ്പനിയുടെ വരുമാനത്തിൻ്റെ 90%-ലധികം ബിയർ ഉൽപ്പന്നങ്ങളിൽ നിന്നും ബാക്കി 10%-ഓളം വിദേശ മദ്യത്തിൽ നിന്നുമാണ് ലഭിക്കുന്നത്. അതേസമയം മാർച്ച് പാദത്തിനിടെ സോം ഡിസ്റ്റിലറീസിൽ 2.43% വർധനയോടെ 38.75% നിലവാരത്തിലേക്ക് പ്രൊമോട്ടർ ഗ്രൂപ്പിൻ്റെ പങ്കാളിത്തം ഉയർന്നിട്ടുണ്ട്. കമ്പനിയുടെ 51%-ലേറെ ഓഹരി വിഹിതം റീറ്റെയിൽ നിക്ഷേപകരുടെ പക്കലാണുള്ളത്. നിലവിൽ 122 രൂപ നിലവാരത്തിലാണ് സോം ഡിസ്റ്റിലറീസ് ഓഹരി വ്യാപാരം ചെയ്യപ്പെടുന്നത്. ഇന്ത്യയിലെ പ്രമുഖ വ്യവസായ സംരംഭകരായ ഗോദ്രേജ് ഗ്രൂപ്പിൻ്റെ ഒരു ഹോൾഡിംഗ് കമ്പനിയാണ് ഗോദ്രേജ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡ്. ഒലിയോ കെമിക്കൽസ് നിർമ്മാണത്തിൽ മുൻനിരയിലാണ് ഈ കമ്പനിയുടെ സ്ഥാനം. ഗോദ്രേജ് അഗ്രോവെറ്റ് ലിമിറ്റഡ്, ഗോദ്രേജ് പ്രോപ്പർട്ടീസ് തുടങ്ങിയ കമ്പനികളുടെ പ്രൊമോട്ടർ സ്ഥാനവും ഗോദ്രേജ് കൺസ്യൂമർ പ്രൊഡക്ട്സിൽ ഓഹരി പങ്കാളിത്തവും ഗോദ്രേജ് ഇൻഡസ്ട്രീസിനുണ്ട്. അതേസമയം ഇക്കഴിഞ്ഞ മാർച്ച് പാദത്തിനിടെ 3.92% വർധനയോടെ ഗോദ്രേജ് ഇൻഡസ്ട്രീസിലുള്ള പ്രൊമോട്ടർ ഗ്രൂപ്പിൻ്റെ ഓഹരി പങ്കാളിത്തം 69.65% നിലവാരത്തിലേക്ക് ഉയർന്നിട്ടുണ്ട്. കമ്പനിയുടെ 10%-ഓളം ഓഹരി വീതം ആഭ്യന്തര വിദേശ നിക്ഷേപ സ്ഥാപനങ്ങളുടെ പക്കലാണുള്ളത്. നിലവിൽ 1080 രൂപ നിലവാരത്തിലാണ് ഗോദ്രേജ് ഇൻഡസ്ട്രീസ് ഓഹരി വ്യാപാരം ചെയ്യപ്പെടുന്നത്.
മേൽ സൂചിപ്പിച്ച ഓഹരികളെ സംബന്ധിച്ച് വിവരം പഠനാവശ്യാർത്ഥം നൽകുന്നതാണ്. ഇത് നിക്ഷേപ സംബന്ധമായ തീരുമാനം എടുക്കുന്നതിനുള്ള ഉപദേശമോ നിർദ്ദേശമോ അല്ല. ഓഹരി നിക്ഷേപം വിപണിയുടെ ലാഭനഷ്ട സാധ്യതകൾക്ക് വിധേയമാണ്. ഓഹരിയിൽ നിക്ഷേപിക്കുന്നതിന് മുമ്പ് സെബി അംഗീകൃത സാമ്പത്തിക വിദഗ്ധരുടെ മാർഗ്ഗനിർദ്ദേശം തേടുകയോ സ്വന്തം കൂടുതൽ പഠനം നടത്തി നീക്കം ചെയ്യാവുന്നതാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങൾക്കും ഈറ്റിമേലുള്ള ഫോളോ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റു വിഷയമായി വീണ്ടും കാണാം.